ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള PSC 2024 അവസാനത്തോടെയും അതുപോലെ തന്നെ 2025 പുറപ്പെടുവിക്കാൻ പോകുന്ന വിജ്ഞാപനങ്ങളെക്കുറിച്ചാണ്. 10th ലെവൽ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ, അതുപോലെ തന്നെ +2 ലെവലിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ആദ്യമായി നമുക്ക് 12th ലെവലിൽ വരുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാനാണ് ആദ്യം വരുന്ന തസ്തിക എന്ന് പറഞ്ഞത്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 26/5/2023 അപ്പോൾ സ്വാഭാവികപരമായിട്ട് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. ഇനി അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടത് 26/5/2026 വരണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ 2025 നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 2024 ഡിസംബറോടുകൂടി പ്രതീക്ഷിക്കാം. അടുത്തത് വരുന്നതാണ് മക്കളെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. 22/2/2024 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടത് 2022/2/2027 വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് 2025 പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബീവറേജ് LDC 6/2/2024 വന്ന റാങ്ക് ലിസ്റ്റ്. ഇനി പുതിയ റാങ്ക് ലിസ്റ്റ് 6/2/2027 നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 2025 തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS 2027 റാങ്ക് ലിസ്റ്റ് വരേണ്ട ഒരു തസ്തികയാണ് പുതിയ റാങ്ക് ലിസ്റ്റ്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറും 2027 തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ട ഒരു തസ്തികയാണ്. കൂട്ടുകാരെ, നമുക്ക് +2 ലെവൽ എക്സാമുകൾ ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് സിവിൽ പോലീസ് ഓഫീസറാണ്. അതുപോലെ തന്നെ വനിതകൾക്ക് WCPO, സിവിൽ എക്സൈസ് ഓഫീസർ, WCEO, അതുപോലെ തന്നെ ഫയർമാൻ ട്രെയിനി, വുമൺ ഫയർ ട്രെയിനി, അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, മൗണ്ടഡ് പോലീസ്, ടെലികമ്മ്യൂണിക്കേഷൻ പോലീസ് വിങ്, അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC വിജ്ഞാപനങ്ങൾ വരുവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ ഫോഴ്സ് എക്സാമുകളൊക്കെ 1 ഇയർ ലിസ്റ്റിന് കാലാവധി ഉള്ളതാണ്. അതുകൊണ്ട് എന്തായാലും നോട്ടിഫിക്കേഷൻ വരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിരുവിതാംകൂർ LDC 3 കൊല്ലമാണ് ലിസ്റ്റിൻ്റെ കാലാവധി. അപ്പോൾ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെയും നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ 10ാം ക്ലാസ് ലെവൽ എക്സാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വിട്ടുപോയിരുന്നു. അതായത് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ, അതായത് IRBയുടെ റെഗുലർ വിങ്ങിലേക്കുള്ള വിജ്ഞാപനമാണ്. അതും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമുകൾ ഏതൊക്കെയാണ് 2024 2025 കാലഘട്ടങ്ങളിൽ വരാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനാണ്. 12/4/2023 കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റിന് 3 വർഷത്തെ കാലാവധിയാണുള്ളത്. അപ്പോൾ 2027 അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ 2025 അല്ലെങ്കിൽ 2024 അവസാനത്തോടെയോ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റൻറ്റ്, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 8/8/2023 അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമുക്ക് 2027 വരേണ്ടതുകൊണ്ട് തന്നെ 2025 അതിൻ്റെ നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ അടുത്തത് വരുന്ന ഒരു തസ്തികയാണ് ഫോറസ്റ്റ് റേഞ്ചർ. ഫോറസ്റ്റ് റേഞ്ചറിൻ്റെ നോട്ടിഫിക്കേഷനും 2025 നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയും ഇങ്ങനെയുള്ള ഇൻഫർമേഷനുമായി നമ്മൾ എത്തുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.